ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി മഷ്റൂം മസാലയാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു മഷ്റൂം മസാലയാണിത്. ഞാനിത് നെയ്ച്ചോറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തത്. എൻ്റെ ഓർമ്മയിൽ ഫസ്റ്റ് ടൈം മഷ്റൂം കഴിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പറമ്പിൽ നിന്നൊക്കെ പറിച്ചെടുത്തതാണ്. എന്നിട്ട് ഫ്രൈ ആക്കിയും കറിയാക്കിയും എല്ലാം കഴിച്ചതാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ കീപ് വാച്ചിങ് ഗായ്സ്. ഇത് കാലിഫോർണിയ ഗാർഡൻ്റെ മഷ്റൂമാണ്. ഇതിൻ്റെ മേലെ റെഡി ടു ഈറ്റ് എന്നാണ് എഴുതിയത്. പക്ഷേ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ വേവിച്ചിട്ടുണ്ട്. ഷംസുക്ക വർക്ക് ചെയ്യുന്ന ATSൻ്റെ പ്രൊഡക്റ്റാണിത്. ATSന്ന് കിട്ടിയ ഗിഫ്റ്റിൻ്റെ അൺബോക്സിങ്ങിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവർ കാണണേ. ഇതിൽ ഈ വെള്ളം കളഞ്ഞിട്ട് മഷ്റൂം മാത്രമാണ് എടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഓയിൽ ഒഴിച്ച് നല്ലപോലെ ചൂടാക്കാം. നല്ലപോലെ ചൂടായ ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്യാം. പിന്നെ ചെറുതായി കട്ട് ചെയ്ത ഒരു ഉള്ളിയും പച്ചമുളകും ചേർക്കാം. ഒന്ന് നല്ലോണം മിക്സ് ആക്കിയ ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ഞാൻ ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇവയെല്ലാം ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് ചേർത്തത്. ഞാൻ മുളക് പൊടി തീരെ ചേർത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചേർക്കാം. പിന്നെ ഇവയെല്ലാം യോജിപ്പിച്ച് പച്ചമണം മാറിയ ശേഷം നമുക്ക് മഷ്റൂം വെള്ളം ഒഴിവാക്കി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കുക. എന്നിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. മഷ്റൂമിലെ വെള്ളമൊക്കെ നല്ലപോലെ ഇങ്ങോട്ട് ഇറങ്ങി വരും. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിച്ചപ്പിട്ട് സെർവ് ചെയ്യാം. ഈ സമയത്ത് ഞാൻ നെയ്ച്ചോറ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും അടിപൊളിയായ മഷ്റൂം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഈ കോംബോ ട്രൈ ആക്കി നോക്കുക. എന്തായാലും ഇഷ്ടമാവും. അധികം വെന്തുടഞ്ഞിട്ടൊന്നുമില്ല. മഷ്റൂം ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് വെറൈറ്റി ട്രൈ ആക്കാം. ഞാനിത് ഏറ്റവും ഈസി മെത്തേഡാണ് കാണിച്ചത്. അപ്പോൾ ഇതുപോലെ നല്ല വെറൈറ്റി ഐറ്റംസുമായി ഞാൻ വീണ്ടും വരും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ. നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ.